വരുമ്പോൾ നീലിമയെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. അവന്റെ മനസ്സിൽ ഒരിക്കലും നീലിമയോട് ഒരു അനുകമ്പം ഉണ്ടായിരിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നീലിമയെ അപമാനിക്കാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന് അവൾ സ്വയം പ്രതിജ്ഞ ചെയ്തു. ആദ്യം അവളെ കൂടുതൽ വെറുക്കണം. അത് മാത്രമായിരുന്നു അഞ്ജലിയുടെ ലക്ഷ്യം. ആദ്യക്ക് എപ്പോഴും നീലിമയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. നീലിമ, നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും എനിക്കത് പോരാ. നീ സന്തോഷവതിയായിരിക്കാം. അനുവദിക്കില്ല ഞാൻ. നീ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ് അഞ്ജലി സ്വയം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നീലിമ നേരത്തെ ഉണർന്നു. അവൾ ആദ്യം തന്നെ അവളുടെ ഫോൺ എടുത്ത് പരിശോധിച്ചു. സിദ്ധാർത്ഥന്റെ വിവാഹ ദിവസം അടുത്തതായി തോന്നിയപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. വാസ്തവത്തിൽ അവൾക്ക് ശരിക്കും ദുഃഖമുണ്ടായിരുന്നു. അതുപോലെ ആ കല്യാണം നിർത്താൻ എന്തെങ്കിലും ചെയ്യാനുള്ള ശക്തമായ ആഗ്രഹവും ഉണ്ടായിരുന്നു. ഇതൊരിക്കലും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കത് നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നീലിമ ആലോചിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾ കൂടുതൽ അസ്വസ്ഥയായി. അവൾ എഴുന്നേറ്റ ശേഷം പ്രാതൽ കഴിച്ചു. ഭൈരവ് വീട്ടിലില്ലായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നീലിമയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അഞ്ജലിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളായിരുന്നു. തലേന്നത്തെ വാക്കുകൾ. ഭൈരവിന്റെ വീട്ടിൽ താമസിക്കുന്ന തന്നെക്കുറിച്ച് അഞ്ജലി എന്തൊക്കെയോ മോശമായി ചിന്തിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് നീലിമ ചിന്തിച്ചു. അഞ്ജലിയും ഭൈരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഭൈരവ് തന്നെയാവും അവളോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അവനെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കണ്ട കാര്യവും അവൾ ഓർത്തെടുത്തു. പക്ഷെ ഒരിക്കലും ഭൈരവൻ അവളോട് ഇഷ്ടം തോന്നുന്ന ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഭൈരവിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരാളല്ല അഞ്ജലി. അവളെപ്പോലെ ഇത്രയും അസൂയ മറ്റുമുള്ള ഒരു സ്ത്രീയെ ഭൈരവ് ഒരിക്കലും ആ ഒരു രീതിയിൽ സ്നേഹിക്കാനും കഴിയില്ല. പിന്നെ അവർ തമ്മിൽ എന്ത് തരത്തിലുള്ള ബന്ധമായിരിക്കും ഉണ്ടാവുമെന്ന് നീലിമ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവൾ ഫോണെടുത്ത് വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥിന്റെ വിവാഹം മറ്റന്നാൾ നടക്കാനിരിക്കെ അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്റർനെറ്റിൽ നിറഞ്ഞിരുന്നു. അതെവിടെയാണ് നടക്കുന്നത്? ക്ഷണിക്കപ്പെട്ട ധനികരും സമ്പന്നരായ അതിഥികളുടെ എണ്ണവും ഐഡന്റിറ്റികളും എല്ലാം ചർച്ചാ വിഷയമായിരുന്നു. മറ്റു പ്രമുഖ വിവാഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ താരങ്ങൾ ഉൾപ്പെടുന്ന അതിഥികളുടെ ഒരു നില തന്നെയുണ്ട്. അതെല്ലാം നീലിമ നോക്കി നിന്നു. നീലിമയ്ക്ക് ഇതെല്ലാം കണ്ട് ഹൃദയത്തിൽ ഒരു സൂചി കുത്തിയതുപോലെ തോന്നി. അകന്ന് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എന്തൊരു ശക്തി തന്നെ സിദ്ധാർത്ഥുമായി അടുപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നാറുണ്ട്. അവൻ മറ്റൊരു പെണ്ണിന്റെ സ്വന്തമാവുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം നീലിമയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുമായിരുന്നു. സിദ്ധാർത്ഥിനെ അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവനിപ്പോൾ അവളുമായി ഒരു ബന്ധവുമില്ലാത്തത് അവളെ വേദനിപ്പിച്ചു. അവനെ ഒന്ന് ചെന്ന് കാണാൻ പോലും അവൾക്ക് അപ്പോൾ തോന്നി. എന്നിരുന്നാലും നീലിമയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. സിദ്ധാർത്ഥിന്റെ വിവാഹ വാർത്തകൾ അവൾ വിശദമായി പരിശോധിച്ചു. വിവാഹത്തിന് അവൻ എവിടെയായിരിക്കുമെന്നും അശ്വിൻ അവനൊപ്പം ഉണ്ടായിരിക്കുമോ എന്നും അറിയാൻ അവൾ ആഗ്രഹിച്ചു. അവളുടെ വിവാഹത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അശ്വിൻ എന്തായാലും വീട്ടിലുണ്ടാകും. പക്ഷേ സിദ്ധാർത്ഥ അശ്വിനൊപ്പം കൂട്ടാതിരിക്കില്ല. ഒടുവിൽ അവൾ വിവാഹം നടക്കുന്ന വേദിയുടെ വിലാസം കണ്ടുപിടിച്ചു. തന്റെ പദ്ധതികളെ കുറിച്ച് ഓർത്തുകൊണ്ട് നീലിമയിരുന്നു. വളരെയധികം പ്രതീക്ഷയും ഭയവും അവളുടെ മനസ്സിനെ വിഷമിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അശ്വിനെ അവൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ അശ്വിനെ വിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ സിദ്ധാർത്ഥ ശ്രദ്ധിക്കുമെന്ന് അവൾ ഭയപ്പെട്ടു. അതിനാൽ ഉടൻ തന്നെ അവൾ ആഗ്രഹം ഉപേക്ഷിച്ചു. ഇതേ സമയം ആശുപത്രിയിൽ അഞ്ജലിയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞിരുന്നുവെങ്കിലും അഞ്ജലി വീണ്ടും അവിടെ തന്നെ കിടക്കണമെന്ന് അവരെ പറഞ്ഞ് നിർബന്ധിപ്പിക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒരു ചെറിയ തലവർക്കുന്നുണ്ട്. അതിനാൽ കുറച്ചു നേരം നിരീക്ഷണത്തിൽ നിൽക്കട്ടെ. മകൾ പറയുന്നത് കേട്ട് സത്യഭാമ പരിഭ്രമത്തോടെ അഞ്ജലിയെ നോക്കി. അഞ്ജലി, തനിക്കിപ്പോ അസ്വസ്ഥം തോന്നുന്നുണ്ടോ? ഒട്ടും സുഖമല്ലേ? എവിടെയോ അസ്വസ്ഥത പറയും. ഡോക്ടർ അവളെ നോക്കി പറഞ്ഞു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന പരിശോധനാ റിപ്പോർട്ട് പ്രകാരം അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തെളിഞ്ഞു. എങ്കിലും അഞ്ജലി അവിടെ നിന്ന് പോകാൻ തയ്യാറല്ലെന്ന് കണ്ടപ്പോൾ അയാൾക്കും എന്തോ പന്തികേട് തോന്നി. അവളുടെ മുഖം നിറഞ്ഞിരുന്നു. അയാൾ സത്യഭാമയെ നോക്കി പറഞ്ഞു. അങ്ങനെയെങ്കിൽ മിസ് അഞ്ജലി കുറച്ചു ദിവസം കൂടി ആശുപത്രിയിൽ കഴിയട്ടെ. എനിക്ക് പൂർണ്ണമായും ഭേദമായ ശേഷം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും, അയാൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അഞ്ജലി സമാധാനത്തോടെ ഡോക്ടറെ നോക്കി പറഞ്ഞു. ശരി ഡോക്ടർ. ഡോക്ടർ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ കൂടുതൽ എന്തോ കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഉടനെ തന്നെ അയാൾ ലിസ്റ്റ് എടുത്ത് 2 മരുന്ന് കൂടി എഴുതി ചേർത്തു. അതോടെ അവളുടെ മുഖം പ്രസന്നമായി. താൻ ഉദ്ദേശിച്ചത് വലിയ പരിശ്രമം കൂടാതെ നടന്നുവെന്ന് ഓർത്തപ്പോഴാണ് അവൾക്ക് സന്തോഷം തോന്നിയത്. അവളുടെ അസുഖങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിശോധിച്ച ശേഷം അയാൾ മുറിയിൽ നിന്ന് പോയി. സത്യഭാമ അപ്പോൾ അഞ്ജലിയെ നോക്കി നിന്നു. അഞ്ജലി, നിനക്ക് എന്നെ വേദന? എല്ലാം മാറിയില്ലേ? ഡോക്ടർക്കൊന്നും കണ്ടെത്താനാവുന്നില്ലല്ലോ? അവൾ കൗതുകത്തോടെ ചോദിച്ചു. അപ്പോൾ അഞ്ജലി തലയാട്ടി കുസൃതിയോട് ചിരിച്ചു. അമ്മ വിഷമിക്കണ്ട, ഞാൻ മനഃപൂർവ്വം ചെയ്ത. സത്യം പറഞ്ഞ ആദ്യം ഇതെന്നെ കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ നിന്നേ പറ്റൂ. ആ ഡോക്ടറുടെ കാര്യം മനസ്സിലായി. അതാ പുള്ളി ഒന്നും കിട്ടാതെ മരുന്നെഴുതി തന്നത്. അഞ്ജലി നാളത്തോട് പറഞ്ഞു. സത്യഭാമയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ശരിക്കും? അവൻ ശരിക്കും പറഞ്ഞു നിന്നെ വന്ന് കാണുമെന്ന്? അപ്പോ നീ അവന്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ?
ഭൈരവ് അവളുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞുവെന്ന് തോന്നിയപ്പോൾ സത്യഭാമ സന്തോഷിച്ചു. യഥാർത്ഥത്തിൽ സത്യഭാമ അഞ്ജലിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ പ്രതീക്ഷകളെല്ലാം ഒരുവിധം ഒതുക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ തന്നെ ഭൈരവിന്റെ ഉപദ്രവം